LC ബാക്ക് ചെയ്യാണ്ടും അഡ്വാൻസ് പേയ്മെന്റ് ഇല്ലാണ്ടും വളരെ ഫൈൻ പ്രൈസിൽ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? യൂഷ്വലി ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്നിലെ LC ബാക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെന്റ് എങ്ങനെയായിരിക്കും നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടാവുക. നമ്മൾ LC ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് LCയുടെ കമ്മീഷൻ വരും. അത് കൂടാണ്ട് LCയുടെ ഡ്യൂ ഡേറ്റിൽ നമ്മൾ പേയ്മെന്റ് റെമിറ്റ് ചെയ്യുന്നത് CC എന്നായിരിക്കും. ഈ CCയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 8%, 8.5% ആയിരിക്കും. പക്ഷേ ഓൾട്ടർനേറ്റീവ് തന്നെ ഒരു ഫണ്ട് ബേസ്ഡ് മെത്തേഡ് നമുക്ക് ബാങ്കിങ് സിസ്റ്റത്തിൽ തന്നെ അവൈലബിൾ ആണ്. അത് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഒരു 5.5% നമുക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ഈ ഫെസിലിറ്റി അവൈൽ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ ഓപ്പറേറ്റ് സൈക്കിൾ, അതായത് നിങ്ങളുടെ ഗുഡ്സ് ഓരോ കൺട്രിയിൽ നിന്ന് വരുന്ന യൂസൻസ് ഡേയ്സും അത് കൂടാണ്ട് നിങ്ങളുടെ ഓപ്പറേറ്റ് സൈക്കിൾ, അതായത് ഈ ഗുഡ്സ് മാർക്കറ്റിൽ സെയിലായി അതിന്റെ പേയ്മെന്റ് വരുന്ന ആക്ച്വൽ ഓപ്പറേറ്റ് സൈക്കിൾ വരെ നിങ്ങൾക്ക് ഇതിനകത്ത് യൂസൻസ് കിട്ടും. നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8% അല്ലെങ്കിൽ 8.5% CC റെമിറ്റ് ചെയ്യേണ്ട പേയ്മെന്റ് നിങ്ങൾക്ക് 5.5% കിട്ടും. LC കമ്മീഷൻസ് അവോയ്ഡ് ചെയ്യാം. കാരണം LCയുടെ പേയ്മെന്റിന് പകരമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പേയ്മെന്റ് ഈ ഫെസിലിറ്റിയിൽ നിന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സേവ് ചെയ്യുന്ന എമൗണ്ട് LCയുടെ കമ്മീഷൻ സേവ് ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് ഈ CCയുടെ ഇതിനോട് ഡിഫറൻസ് അപ്രോക്സിമേറ്റ്ലി ഒരു 3.5% വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു എക്സ്പോർട്ടർ ആണെങ്കിലും ഇമ്പോർട്ടർ ആണെങ്കിലും നിങ്ങൾ ലീഡ്സ്പിയുടെ എക്സ്പെർട്ടീസ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫോറക്സിൽ സേവ് ചെയ്യാൻ പോണ മണി അത് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും.